ദാ അങ്ങ് ദൂരെ കാണുന്ന പൈൻമരക്കാടുകൾക്ക് മുകളിലും ഇങ്ങിവിടെ നോക്കത്താ ദൂരത്തോളം നീണ്ടുകിടക്കുന്ന ഓട്സ് പാടത്തിന് മുകളിലും എല്ലാം മൂടൽമഞ്ഞ് വീണ് മൂടിക്കിടക്കുന്നു. ഓട്സ് പാടം നിറയെ മൂടൽമഞ്ഞ് മൂടി കാണാൻ പോലും സമയം രാത്രി 11:30 ഈ കാണുന്നത് അന്നയുടെയൊക്കെ ഓട്സ് പാടമാണ് കേട്ടോ. കഴിഞ്ഞ വർഷം അവരുടെ വീടിനോട് ചേർന്നുള്ള പാടത്തായിരുന്നു ഓട്സ് കൃഷി ചെയ്തിരുന്നത്. 3 വർഷം കൂടുമ്പോൾ സെയിം സ്ഥലത്തുനിന്ന് മാറ്റിയിട്ട് അവിടെ ബാർലിയോ ഗോതമ്പോ ഒക്കെയാണ് പിന്നീട് കൃഷി ചെയ്യുന്നത്. അങ്ങനെ ഈ വർഷം ഓട്സ് കൃഷി ഇങ്ങോട്ടേക്ക് മാറ്റിയതാണ്. കണ്ണത്താ ദൂരത്തോളം പടർന്നു കിടക്കുന്ന വിശാലമായ ഓട്സ് പാടം. ഇതാണ് ഓട്സ്. ഗോതമ്പിൽ നിന്നാണ് ഓട്സ് വേർതിരിച്ചെടുക്കുന്നതെന്നുള്ള തെറ്റിദ്ധാരണ പലരുടെയും മാറിക്കിട്ടിയത് കഴിഞ്ഞ വർഷത്തെ നമ്മുടെ ഓട്സ് പാടത്തിന്റെ വീഡിയോ കണ്ടതിൽ നിന്നാണ്. നമ്മളും ഇവിടെ വന്നതിന് ശേഷമാണ് ഈ ഒരു കാര്യം നേരിട്ട് കാണുന്നതും തിരിച്ചറിയുന്നതും ഒക്കെ. അപ്പൊ ഓട്സ് ചെടി നന്നായി കാണിക്കണമെന്ന് പറഞ്ഞവർക്കായി ഈ വീഡിയോ സമർപ്പിക്കുന്നു. കണ്ടോ, ഇങ്ങനെ ഇരിക്കും ഓട്സ് ചെടി. ഇതിപ്പോ പാകമായി വരുന്നതേ ഉള്ളൂ. ഈ മാസം അവസാനമോ അല്ലെങ്കിൽ അടുത്ത മാസം ആദ്യമോ ഒക്കെ ഇതിന്റെ വിളവെടുപ്പ് നടക്കും. അന്നയ്ക്കൊക്കെ ഇതുപോലെ വേറെയും ഓട്സ് പാടവും ബാർലിയുടെയും ഗോതമ്പിന്റെയും ഒക്കെ പാടങ്ങളും ഉണ്ട്. ഇതെല്ലാം ഇവർ കൃഷി ചെയ്യുന്നത് അവരുടെ ഫാമിലേക്ക് കന്നുകാലികൾക്കുള്ള തീറ്റയായിട്ടാണ്. അവർക്ക് അത്രയധികം കന്നുകാലികളും ഫാമും ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഭക്ഷണം ഇങ്ങനെ സ്റ്റോർ ചെയ്ത് വെക്കേണ്ടതുണ്ട്. അതിനർത്ഥം ഓട്സ് ഇവിടെ കന്നുകാലികൾക്ക് കൊടുക്കുന്ന ആഹാരമാണെന്നല്ല, മനുഷ്യരും ഇവിടെ അധികവും ബ്രേക്ക്ഫാസ്റ്റിന് ഓട്സ് തന്നെയാണ് ഉപയോഗിക്കുന്നത്. എന്തായാലും ഓട്സ് പാടമൊക്കെ കണ്ടതാ തിരികെ വീട്ടിലേക്ക് പോകാൻ നേരം ഈ ഒരു പ്രകൃതി ഭംഗി കണ്ടിട്ട് എത്ര ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തിട്ട് മതിയാവുന്നില്ല. പ്രകൃതിയിലെ മാറ്റങ്ങളൊക്കെ കണ്ടിട്ട് ഈ വർഷം വിന്റർ കുറച്ച് നേരത്തെ എത്തുമെന്നാണ് തോന്നുന്നത്. അങ്ങനെ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്ത് വീട്ടിലേക്ക് മടങ്ങുമ്പോൾ ഒരു ഓട്സിന്റെ കതിരും പൊട്ടിച്ചെടുത്ത് കയ്യിൽ കരുതാൻ മറന്നില്ല.